BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ വീക്കിലി ടാസ്കിൻ്റെ സെക്കൻഡ് റൗണ്ട് നടക്കുകയാണ്. ഭാഗ്യത്തിൻ്റെ പണിപ്പെട്ടി എന്ന് പറയുന്ന ടാസ്ക്കാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ 3 കോയിനുകളായിരുന്നു ഉണ്ടായിരുന്നത്, റെഡ്, ഗോൾഡ്, ബ്ലാക്ക്. എന്നാൽ ഈ തവണ ബ്ലാക്ക് സ്റ്റോൺ ഉണ്ടായിരിക്കില്ല. അതിനു പകരം ഡെസ്റ്റിനി എന്ന് പറയുന്നൊരു കോയിനായിരിക്കും. ആ ഡെസ്റ്റിനി കോയിന് കുറച്ച് പവറുകളുണ്ട്. അതെന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് അറിയിച്ചിട്ടില്ല, പിന്നീട് അറിയിക്കുന്നതായിരിക്കും. കൂടാതെ ആദ്യത്തെ റൗണ്ടിൽ കോയിനുകൾ ലഭിച്ച 8 പേർക്ക് മാത്രമാണ് ഈ റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുമല്ല, കൂടുതൽ കോയിനുകൾ ലഭിക്കുന്നവർക്ക് പണിപ്പുര വരെ കയറാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഗെയിം എന്തായാലും 3 റൗണ്ടായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ റൗണ്ടിലും 3 പേർ വീതവും, അവസാനത്തെ 3ാമത്തെ റൗണ്ടിൽ 2 പേർ വീതവും. കൂടാതെ ഫസ്റ്റ് റൗണ്ടിൽ ഷാനവാസിന് ഒരു ഗോൾഡ് സ്റ്റോൺ ലഭിച്ചിരുന്നു. അപ്പോൾ ഗോൾഡ് സ്റ്റോണിൻ്റെ സൂപ്പർ പവർ ഷാനവാസിന് ലഭിക്കണമെങ്കിൽ ഷാനവാസ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഈ റൗണ്ടിൽ ഗോൾഡ് കോയിൻ ലഭിക്കണം. എങ്കിൽ മാത്രമാണ് ഷാനവാസിന് ആ സൂപ്പർ പവർ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഷാനവാസ് ഈ റൗണ്ടിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആര്യനെയാണ്. അപ്പോൾ എന്തായാലും ആര്യന് ഈ തവണ ഗോൾഡ് സ്റ്റോൺ ലഭിച്ചെങ്കിൽ മാത്രമാണ് ഷാനവാസിന് സൂപ്പർ പവർ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും വീക്കിലി ടാസ്കിൻ്റെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് എത്തിയ 3 പേര് ബിന്നി, റെന ഫാത്തിമ, ജിസേൽ. 3 പേരും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബസർ ടു ബസർ ആയിരുന്നു ഗെയിം. അപ്പോൾ ബിന്നിക്ക് 3 റെഡ് കോയിനുകളാണ് ലഭിച്ചത്. റെന ഫാത്തിമയ്ക്ക് 14 റെഡ് കോയിനും ജിസേലിന് 14 റെഡ് കോയിനുമാണ് ലഭിച്ചത്. അങ്ങനെ 3 പേരുമാണ് ഫസ്റ്റ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. രണ്ടാമത്തെ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എത്തിയത് അഭിലാഷും അനീഷ്, ഷാനവാസ്. ഇവർ 3 പേരുമായിരുന്നു. അഭിലാഷിന് 18 റെഡ് സ്റ്റോണുകളും അനീഷിന് 12 റെഡ് സ്റ്റോണുകളും ഷാനവാസിന് 15 റെഡ് സ്റ്റോണുകളുമാണ് കിട്ടിയത്. അവസാനത്തെ റൗണ്ടിൽ മത്സരിക്കാൻ എത്തിയത് ആര്യനും അക്ബറുമായിരുന്നു. 2 പേരും നല്ല രീതിയിൽ തന്നെ മത്സരിച്ചു. ആര്യന് 17 റെഡ് സ്റ്റോണുകളും അക്ബറിന് 25 റെഡ് സ്റ്റോണുകൾ ലഭിച്ചെങ്കിലും അതിൽ 2 എണ്ണം നിലത്ത് വീണു. ബൗളിൽ വീഴുന്നത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അക്ബറിന് ലഭിച്ചത് 23 റെഡ് സ്റ്റോണുകളാണ്. എന്തായാലും വീക്കിലി ടാസ്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരുന്നു. അപ്പോൾ ഈ തവണ 3 റൗണ്ടുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്റ്റോണുകൾ കളക്ട് ചെയ്ത അക്ബറാണ്. അക്ബർ 23 സ്റ്റോണുകളും, 2ാം സ്ഥാനത്ത് വന്നത് അഭിലാഷാണ്. അഭിലാഷ് 18 സ്റ്റോണുകളുമാണ് കളക്ട് ചെയ്തത്. അപ്പോൾ ബിഗ് ബോസ് ഈ തവണ അക്ബറിനൊരു ചാൻസ് നൽകും. അതായത് ബ്ലൂ എന്ന് പറയുന്നത് ഡെസ്റ്റിനി സ്റ്റോണും മറ്റേത് ഗോൾഡ് സ്റ്റോണുമാണ്. അപ്പോൾ അക്ബറിനോട് സെലക്ട് ചെയ്യാൻ പറയും. അക്ബറിന് ഏത് സ്റ്റോൺ വേണം, അഭിലാഷിന് ഏത് നൽകും. അപ്പോൾ അക്ബർ എന്തായാലും കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം അക്ബർ ഡെസ്റ്റിനി സ്റ്റോൺ സെലക്ട് ചെയ്യും. അഭിലാഷിന് ഗോൾഡ് സ്റ്റോണും നൽകും. അപ്പോൾ ഡെസ്റ്റിനി സ്റ്റോണിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഇപ്പോൾ ഒരു ടാസ്ക് നടക്കുന്നുണ്ട്. അതായത് പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ് നൈറ്റ് 4 പേര് പുറത്താണ് സഹവസിക്കുന്നത്. അതായത് ശൈത്യ, ജിസേൽ, ഷാനവാസ്, ബിൻസി. അപ്പോൾ ഇവരിൽ 4 പേരിൽ നിന്നും ഒരാളെ അക്ബറിന് ഹൗസിനുള്ളിലാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഹൗസിലുള്ള ഒരു വ്യക്തിയെ പുറത്താക്കുകയും ചെയ്യാം. അതായത് സ്വാപ്പ് ചെയ്യാനുള്ള അവസരമാണ് ബ്ലൂ ഡെസ്റ്റിനി. അപ്പോൾ എന്തായാലും ആലോചിച്ചതിന് ശേഷം രഞ്ജിത്തിനെ പുറത്താക്കുകയും ഷാനവാസിനെ അകത്താക്കുകയും ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ബ്ലൂ സ്റ്റോണിൻ്റെ പവർ. ആദ്യത്തെ റൗണ്ടിലെ പോലെ തന്നെ ഷാനവാസ് സെലക്ട് ചെയ്ത ആര്യന് ഈ തവണ ഗോൾഡ് സ്റ്റോൺ ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഷാനവാസിൻ്റെ സൂപ്പർ പവർ നഷ്ടപ്പെട്ടിരുന്നു. ഈ റൗണ്ടിൽ ഗോൾഡ് സ്റ്റോൺ ലഭിച്ച അഭിലാഷിന് ഷാനവാസിൽ നിന്നും ആര്യനിൽ നിന്നും ഒരാളെ സെക്കൻഡ് വീക്കിലെ എലിമിനേഷന് വേണ്ടി ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും അഭിലാഷ് ഈ തവണ സെലക്ട് ചെയ്തത് ഷാനവാസിനെ ആയിരുന്നു. റീസൺ പറഞ്ഞത് ഇന്നലത്തെ ടാസ്ക്, അതായത് ബ്ലാക്ക് സ്റ്റോൺ കിട്ടിയവർക്ക് പണി എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തിരുന്നു. അതിൽ ഷാനവാസ് മനഃപൂർവ്വം അനീഷിനെ 2-3 തവണ ഉന്തി നിലത്തിരുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഷാനവാസിനെ ഈ തവണ അഭിലാഷ് തനിക്ക് കിട്ടിയ ഗോൾഡ് സ്റ്റോണിൻ്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് സെക്കൻഡ് വീക്കിലെ എലിമിനേഷന് വേണ്ടി ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്.